ഹായ്, ഞാൻ അമയ. CA ഫൗണ്ടേഷൻ സെപ്റ്റംബർ അറ്റംപ്റ്റിൽ ഇപ്പോൾ ക്ലിയർ ചെയ്തു. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇതെൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ എൻ്റെ ഈ സക്സസ്സിന് ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ഇവരെ രണ്ടാളാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 4 മണിക്ക് എണീച്ച് പഠിച്ചിട്ട് 3 മണിക്ക് എണീച്ച് പഠിച്ചിട്ടുണ്ട്. എക്സാമിൻ്റെ ടൈം വരെ ഫുഡ് കഴിക്കാണ്ട് വരെ ഞാൻ പോയിട്ടുണ്ട് എക്സാമിന്. ഫുൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നേരം നല്ല ടെൻഷനായിരിക്കും. ഞാൻ എൻ്റെ റോൾ നമ്പറെല്ലാം അടിച്ചിട്ട് പിന്നെയും സബ്മിറ്റ് ചെയ്യാണ്ട് ടെൻഷനായിട്ട് ബാക്ക് അടിച്ചിട്ടുണ്ട്. അത് സബ്മിറ്റ് ചെയ്ത് ആ സക്സസ്ഫുൾ ആയ നിമിഷം അതെനിക്കിപ്പം നല്ല ഓർമ്മയുണ്ട്. അത്രയും സന്തോഷമായിട്ട് എൻ്റെ കണ്ണ് നിറയ്ക്കും വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മേനെ ഞാൻ വിളിച്ചു പറഞ്ഞു. ആദ്യം അവർക്കുണ്ടായ സന്തോഷം അതാണ് ഇനിയുമില്ലേ എൻ്റെ മോട്ടിവേഷൻ. എൻ്റെ പേര് മധുസൂദനൻ, മോള് അമയ, ഭാര്യ സുമ, മൂത്ത മോളും കൂടിയുണ്ട്, അവളെ അഞ്ചിമ. അപ്പോൾ 2 പെൺകുട്ടികളാണ്. അവരെ തീരുമാനപ്രകാരമാണ് അവരെടുത്തിട്ടുള്ളത്. ഓരോ കോഴ്സ് അവർ തന്നെ തിരഞ്ഞെടുത്ത. ഇന്നത് എടുക്കണമെന്നോ അല്ല അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമയ CA എടുത്തിട്ടുള്ളത്. മാത്രമല്ല അമയ ആദ്യം സിവിൽ സർവീസ് വേണമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു, ക്ലാസ്സിനെല്ലാം പോയതാണ്. പക്ഷെ എന്നാന്നറിയില്ല, പെട്ടെന്ന് അവൾ അതിൽ നിന്ന് മാറി ഇതിലേക്ക് വന്നു. ഇപ്പം നമ്മളും തിരഞ്ഞെടുത്തപ്പോൾ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനും പുറത്ത് അന്വേഷിച്ചപ്പം IIM കുറിച്ചാണ് ഏറ്റവും നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞു തരാനും. IIM നല്ലതാണ്. CA കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ കേരളത്തിലായി IIM തന്നെയാണെന്നുള്ളതാണ് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞിട്ടുള്ളത്. പിന്നെ സാലിൻ സാറ് നമ്മളെ നാട്ടുകാരൻ തന്നെ. അപ്പോൾ ആ ഒരു ഇതെല്ലാം വെച്ച് നമ്മളിവിടെ മോളെ ചേർക്കും ചെയ്തിട്ടുണ്ട്. പക്ഷെ മോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ ഇത് ഭയങ്കര വിഷമമുള്ളൊരു സംഗതി തന്നെയാണ്. അവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിച്ചാലും ആ കുട്ടി ഇങ്ങനെ ഒരു പറയുമ്പോൾ നമുക്കും ഒരു തോന്നിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എന്തെങ്കിലും എക്സാം പാസ്സാവാത്ത ഒരു അവസ്ഥയിൽ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ ഞാൻ ഫെയിലായിരിക്കും, 99% ഫെയിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റിസൾട്ട് വരുന്നതെന്ന് ഞാൻ വയനാട് ഉണ്ടായിരുന്നു. മോള് റിസൾട്ടിനെ കുറിച്ചെല്ലാം പറഞ്ഞപ്പം പെട്ടെന്ന് അറിയാതെ തന്നെ ഞാൻ കരഞ്ഞുപോയി. ബാക്കിയുള്ളവരോട് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു സന്തോഷം നമുക്ക് പങ്കിടാൻ പറ്റിയതും അതുപോലെ ഇവിടെയുള്ള എല്ലാ സാറുമാരുടെയും നല്ല സപ്പോർട്ട് മോക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും തുടർന്ന് ഇവിടെ തന്നെ പഠിച്ച് നല്ലൊരു മാർക്കോടുകൂടി പാസ്സാവട്ടെ എന്നാണ് എനിക്കും ആഗ്രഹമുള്ളത്. എൻ്റെ പേര് സുമ, ഞാൻ അധ്യാപികയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മോള് തന്നെയാണ് ഈ CA കോഴ്സ് സെലക്ട് ചെയ്തത്. മോള് തന്നെയാണ്. നമ്മളെ സ്കൂളിലെല്ലാം ഇവർ IIM പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും മോള് സെലക്ട് ചെയ്തതാണ് കണ്ണൂർ. ഒന്നാമത് നമുക്ക് അടുത്ത് നാട്ടിൽ തന്നെയായി, മക്കളെപ്പോൾ വേണമെങ്കിലും പോയിട്ട് കാണാം. ഹോസ്റ്റലാണ് പഠിക്കാൻ അവൾ ചോയ്സ് സെലക്ട് ചെയ്തത് ഹോസ്റ്റലാണ്. എന്ന് വെച്ചാൽ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്, ആ ഒരു ക്ഷീണവും കൂടി ആവണ്ടെന്ന് കരുതിയാണ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് IIM എല്ലാ ഫാക്കൽറ്റീസിനോടുമാണ് പ്രത്യേകം നന്ദി. മോള് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഫൗണ്ടേഷൻ പാസ്സായി. നേരത്തെ ഇവളച്ഛൻ പറഞ്ഞതുപോലെ 99% ഫെയിലായി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ മോള് പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ പഠിച്ച മറ്റ് ക്ലാസ്സുകളിൽ പഠിച്ച പോലെയല്ല, ഇത് നല്ല വിഷമമുള്ള ഒരു കോഴ്സാണ്. പിന്നെ മോളെന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ഓളത് മനസ്സിലാക്കി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ രാവിലെ എല്ലാം ഗുഡ് മോർണിംഗ് പറയാൻ വിളിച്ചാലെല്ലാം മോള് പറയും, അമ്മേ ഞാൻ ചിലപ്പോൾ ഉറങ്ങാണ്ട് മരിച്ചു പോകുമാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത്രയും മോള് എഫേർട്ട് എടുത്തിന്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അന്ന് സത്യം പറഞ്ഞാൽ മോള് റിസൾട്ട് അറിഞ്ഞിട്ട് കരഞ്ഞോണ്ടാന്ന് വിളിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഇതെന്നാ ഫെയിലാന്നോ പാസ്സാന്നോ അറിയുന്ന ആ ഒരു ടെൻഷനിലാണ്. അപ്പോൾ മോള് വളരെ സന്തോഷത്തോടെ ആ ഒരു നിമിഷം ശരിക്കും നേരത്തെ മറ്റു കുട്ടികൾ പറഞ്ഞ പോലെ അതൊരു നല്ലൊരു അനുഭവമാണ്. എല്ലാ രക്ഷിതാക്കൾക്കും ആ മക്കളെ ഒരു വിജയം എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ IIM കുറിച്ച് അത്ര തന്നെ പറയാനില്ല. ഇനി തുടർന്നും മോളൊരു CA എന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കണമെങ്കിൽ IIM തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മളെ നാട്ടിൽ തന്നെ വളരെ അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥാപനം ലഭിച്ചതിൽ ശരിക്ക് നമ്മൾ നന്ദി പറയുന്നുണ്ട്. പിന്നെ ഇതിലെ എല്ലാ അധ്യാപകരോടും ഇവിടെയുള്ള സ്റ്റാഫിനോടും പ്രത്യേകം നന്ദി. കാരണം അവരത്ര സപ്പോർട്ടാണ്. നമുക്ക് എപ്പോൾ വിളിച്ചാൽ അവരോട് എല്ലാ സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ മോക്കായാലും നമുക്കായാലും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി
എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. ആ ഒരു സക്സസ്, ആ ഒരു പോയിന്റ് നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് എഴുതി കാണിക്കുന്ന ആ പോയിന്റ് നിങ്ങൾ ആലോചിക്കുക. നമ്മൾ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഒറ്റക്ക് മാത്രമേ ഉണ്ടാവൂ. ആരും നമ്മളെ ഇപ്പോൾ ഫെയിൽ ആയാൽ തന്നെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കില്ല. ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ നിൽക്കലുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ.